നമസ്കാരം. തിരുനോട്ടത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്കും സ്വാഗതം. അണ്ണാ ആ സായിപ്പിൻ്റെ നിന്ന് കിട്ടിയെന്നുള്ള പകുതി എനിക്ക് വേണം. ആ തന്നിട്ടേ ഞാൻ പോവുള്ളൂ. ഈ ഡയലോഗ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതെ, ചിത്രം എന്ന് പറഞ്ഞ സിനിമയിലെ ഡയലോഗാണ്. ഈ ഡയലോഗ് പറഞ്ഞ നടനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് അല്ലേ? വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അദ്ദേഹത്തിന്. ഏകദേശം അതുപോലൊക്കെ തന്നെ ഇരിപ്പുണ്ട് വർഷങ്ങൾ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട്. നമുക്ക് അദ്ദേഹത്തെ തിരുനോട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശരൺ. ശരൺ സ്വാഗതം. നമസ്കാരം. ശരണിൻ്റെ ആ ഒരു ചിത്രത്തിലെ ക്യാരക്ടർ നമ്മൾ ലാലേട്ടൻ്റെ കുറേ നല്ല പെർഫോമൻസ് എടുത്ത് പറയുമ്പോൾ നമ്മുടെ ചിത്രം എന്ന് പറഞ്ഞ സിനിമ ഒരു ഭയങ്കര ഒരിക്കലും ഓർമ്മയിൽ നിന്ന് പോവാത്തൊരു സിനിമയാണ്. അതിനകത്ത് ശരണിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ലാലേട്ടനുമായി മത്സരിക്കുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് അല്ലേ? സായിപ്പിനടുത്ത് നിന്ന് വാങ്ങിച്ചതിൻ്റെ പകുതി തിരിച്ചു തന്നേ പറ്റുള്ളൂ. നിനക്ക് തിരിച്ച് വാങ്ങിച്ചേ നീ പോകുള്ളൂ. ആ രംഗങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എന്തുവായിരുന്നു അതിൻ്റെ ഒരു അനുഭവം? എന്താണ്? ആദ്യമായിട്ടാണ് ഞാൻ ക്യാമറയെ അഭിമുഖീകരിക്കുന്നത്. ചിത്രമായിരുന്നു ആദ്യത്തെ ഒരു സിനിമ അഭിനയം തുടങ്ങുന്നത്. അപ്പോൾ എല്ലാം പ്രമുഖരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള താരങ്ങളായിരുന്നു ഒപ്പം അഭിനയിച്ചിരുന്നത്. മോഹൻലാൽ തന്നെ, പിന്നെ സുകുമാരി ചേച്ചി, നെടുമുടി ഏട്ടൻ, ഉണ്ണിമേരി, എല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള നടന്മാർ. അപ്പം അവരോടൊപ്പം ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാവുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് പോയെങ്കിലും ഈ പറഞ്ഞ താരങ്ങളെല്ലാം എന്നെപ്പോലൊരു ബിഗിനറിനോട് വളരെ കാര്യമായിട്ട് സ്നേഹത്തോടെ നമുക്ക് തെറ്റ് പറ്റുമ്പോൾ ഈ ലൈറ്റ്സൊക്കെ വെച്ചിരിക്കുന്നതോ മൂവ്മെൻറ്റ്സോ ഒന്നും നമുക്ക് പരിചയമില്ല. അപ്പോൾ അതെല്ലാം പറഞ്ഞു തന്ന് സാരമില്ല, തെറ്റിപ്പോയാലും നമുക്ക് ഒരിക്കൽ കൂടെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 7 8 ടേക്ക് ആദ്യം എടുക്കേണ്ടി വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ കൂടെ. പക്ഷേ ലാലേട്ടൻ വളരെ കാര്യമായിട്ട് എല്ലാം പറഞ്ഞു തന്ന്. അപ്പോൾ നമ്മൾ സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ ക്യാമറയെ ഫേസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകത വന്നാൽ അദ്ദേഹം തന്നെ നമ്മളെ പിടിച്ച് നിർത്തിക്കൊണ്ട് ആ ഷോട്ട് ഓക്കെ പോകണ്ടെന്ന് വെച്ചിട്ട് വളരെ കാര്യമായിട്ട് പറഞ്ഞു തന്ന് ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്പോൾ തന്നെയല്ല, ഇവരുടെ കൂടെ ഉള്ളൊരു അഭിനയം ഒരു ഭയങ്കര അനുഭവമാണ്. ഇതിനകത്തേക്കുള്ള അവസരം വന്നത് പ്രിയഞ്ചേൻ എൻ്റെ ഫാമിലി, പ്രിയഞ്ചേൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ആകാശവാണിയിൽ അദ്ദേഹം മുമ്പ് കാഷ്വലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ എൻ്റെ അമ്മയും ഒക്കെ വളരെ അടുത്തറിയാം. അങ്ങനെ ആ സമയത്ത് അമ്മ പറയുമായിരുന്നു, ഞാനിങ്ങനെ സ്കൂൾ കലോത്സവങ്ങളിലും സ്കൂൾ പ്രോഗ്രാംസിലും ഒക്കെ പങ്കെടുക്കും. മോണോ ആക്റ്റും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്, കലാപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെ എൻ്റെ മകന് ഒരു അവസരം കൊടുക്കണം പ്രിയൻ എന്ന് അമ്മ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പറയുമായിരുന്നു. പിന്നെ എപ്പോഴോ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് വെച്ച് ഞാൻ മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ വഴിയിൽ എന്നെ അദ്ദേഹം കാണാനിടയായി. അതിനുശേഷം ശരൺ ഈ ഒരു ഗ്രൂപ്പിൽ അധികം സിനിമകൾ ചെയ്തിട്ടില്ല. അതെ, അതെന്ത് പറ്റിയത്? അല്ല, ഞാൻ ആ സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചിത്രത്തിന് എന്നെ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പഠിത്തം നിർബന്ധമായിട്ടും വേണമെന്ന് എൻ്റെ ഫാദറിന് വളരെ ഇതുണ്ടായിരുന്നു. പഠിത്തം വിട്ടിട്ട് സിനിമാഭിനയം, നാടകം ഒന്നും പാടില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി ജോയിൻ ചെയ്തു, പിന്നെ ഡിഗ്രി ചെയ്തു, അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തു. അതെല്ലാം കോളേജ് ഗോയിങ് ആയിട്ടാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇതുമൊക്കെ അല്ലാതെ പ്രൈവറ്റായിട്ടും ഒക്കെ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു, മാർഗാനീസൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പം ഞാനിങ്ങനെ സിനിമ ഒരു ഇതായിട്ട് എടുത്തില്ല. എന്ന് വെച്ചാൽ ഇതിനെന്ന് വെച്ചാൽ നമ്മൾ നിരന്തരമായിട്ടൊരു കോണ്ടാക്റ്റ് വേണം. നമ്മൾ ചെയ്ത വർക്കുകളുമായിട്ട്, അല്ലെങ്കിൽ സിനിമ മുൻപ് ചെയ്ത വർക്കിൻ്റെ ആൾക്കാരുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവണം. എന്നാലേ അടുത്ത വർക്ക് എപ്പോഴാണെന്ന് അറിയാൻ സാധിക്കൂ. അതിൽ നമുക്ക് പറ്റിയ വല്ല വേഷങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് തരണമെന്ന് ഡയറക്ടറിനും തോന്നുള്ളൂ. അങ്ങനെ ഒരു ഇതില്ലാതെ പോയി. ഒരു വലിയ ബ്രേക്ക് വന്നു അതിനിടയ്ക്ക്. അപ്പോഴും ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരുന്നു. ഡബ്ബിങ് ഭയങ്കര ഇതായിരുന്നു, താല്പര്യമായിരുന്നു. ഡബ്ബിങ് ആകുമ്പോൾ പിന്നെ ലൊക്കേഷനിലൊന്നും പോകണ്ട. വി ട്രാക്സിൻ്റെ ഒക്കെ സീരിയലുകൾ അത് ഇത് ഒരുപാട് അന്നിവിടെ യുമാറ്റിക് സ്റ്റുഡിയോകളിൽ ദൂരദർശൻ മാത്രമേ ഉള്ളൂ അന്ന് ഈ മൾട്ടി ചാനലുകളൊന്നും വന്നിട്ടില്ല. എന്നാൽ തന്നെയും സീരിയൽസൊക്കെ ഇഷ്ടം പോലെ വോയിസുകൾ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചില സീരിയലുകളിൽ മുഖം കാണിക്കുകയും ചെയ്തു. അപ്പോൾ സീരിയൽ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ ചിത്രം റിലീസ് ചെയ്ത സമയത്തെ
സുഹൃത്തുക്കളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? കാരണം ലാലേട്ടൻ്റെ കൂടെ സുഹൃത്തുക്കളൊക്കെ ഭയങ്കര ഇതായിരുന്നു. എന്ന് വെച്ചാൽ അവരൊക്കെ എന്നെ ഒരുപാട് അഭിനന്ദിക്കുകയും, കാരണം തന്നെയല്ല ഈ പടം റിലീസ് ചെയ്തപ്പോൾ തന്നെ ഇതിങ്ങനെ ഒരു ബൈ ഡേ അതിൻ്റെ കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തന്നെയല്ല പടം അത്രയും കണ്ട് ഓടുകയും ചെയ്തു. 366 ദിവസം സെലിബ്രേറ്റ് ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊരെണ്ണത്തിന് മുഖം കാണിക്കുന്ന ഒരു വളരെ ജൂനിയർ ആർട്ടിസ്റ്റാണ് ഞാൻ. എങ്കിൽ പോലും 101 ദിവസത്തിൻ്റെ സെലിബ്രേഷൻ മദ്രാസിൽ വെച്ചിട്ടായിരുന്നു. അവിടെ വലിയ ഒരു ഫങ്ഷനായിരുന്നു അത്. അതിന് പങ്കെടുക്കാൻ സാധിച്ചു. പിന്നെ 366 ദിവസം എറണാകുളം ഷേണായിസിലാണ് ഈ പടം 366th ഡേ ആയിട്ട് വേണം എന്ന് വെച്ചിട്ട് അതുവരെ വെച്ച് അവിടെ വെച്ചിട്ട് കാസിനോ ഇൻ്റർനാഷണൽ വെച്ച് അതും ഒരു അതിഗംഭീര പരിപാടിയായിരുന്നു. എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും മൊമെൻറ്റോസ് കിട്ടി. അതൊക്കെ മനസ്സിന് സന്തോഷം എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും അത് കഴിഞ്ഞിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ലാലേട്ടനെ കണ്ടുമുട്ടുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ലാലേട്ടൻ എങ്ങനെയായിരുന്നു ലാലേട്ടൻ്റെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ? അദ്ദേഹം എപ്പോഴും നമ്മെപ്പോലെയുള്ള, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അല്ലാതെയും ഞാൻ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ വളരെ സ്നേഹത്തോടു കൂടി നമ്മളോട് കുശലം പറയുകയും ഇത്രയും വലിയ താരമാണെന്നുള്ള ഒരു ഇത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് എപ്പോഴും ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ കാണുമ്പോൾ അദ്ദേഹം അങ്ങനത്തെ ജാടകളൊക്കെ കാണിക്കുന്ന ആളായിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഈ റീമേക്കുകളുടെയും അതുപോലെ തന്നെ പാർട്ടുകളുടെയും കാലമാണ്. അതെ അതെ. ഒരു ചിത്രം സെക്കൻഡ് പാർട്ടെന്നോ അല്ലെങ്കിൽ ചിത്രം റീമേക്ക് എന്നൊക്കെ മനസ്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് വരട്ടെ, എനിക്കതിൽ ഒരിക്കൽ കൂടി ഒരു അവസരം കിട്ടട്ടെ എന്നൊക്കെ. നടക്കൂല്ലേ എന്നുള്ളതല്ല, ഒരു പക്ഷേ പ്രതീക്ഷിക്കാം. അങ്ങനെ ചില പടങ്ങൾ കിലുക്കത്തിൻ്റെയൊക്കെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിട്ടുണ്ടല്ലോ. കാരണം അങ്ങനെ ഒരു പിന്നെ റീമേക്ക് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നിരുന്നെങ്കിൽ ശരണ് വീണ്ടും ഒരു റീഎൻട്രി ആകും എന്നുള്ളതിനേക്കാളും ഞാനത് എടുത്തു പറയാൻ കാരണം ഈ ചിത്രം പടം ഇത് കഴിഞ്ഞിട്ട് 24-25 കൊല്ലം പിന്നിടുന്നു ഇപ്പോൾ റിലീസ് ചെയ്തിട്ട്. എനിക്കതിനിടയ്ക്ക് എനിക്ക് ശാരീരികമായിട്ട് തന്നെ ഞാൻ അതിലെ ക്യാരക്ടർ ചെയ്ത സമയത്തുള്ളതുപോലെയൊന്നും അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. മുടിയൊക്കെ നരച്ചു, കഷണ്ടി കയറി, വയസ്സായി. പക്ഷെ ഇപ്പോഴും കൊച്ചു കുട്ടികൾ പോലും എന്നെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ അതിലെ ഡയലോഗ് അണ്ണാ സാഹിബിൻ്റെ നിന്ന് കിട്ടിയതിൻ്റെ പങ്കും കൊണ്ടേ ഞാൻ പോളെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇതിന്നും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും അത് ആൾക്കാരുടെ മനസ്സിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു റീമേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങേറ്റം സന്തോഷമുള്ളതാണ്. അതിനകത്തൊരു പാർട്ടാവാൻ കഴിഞ്ഞാൽ കൂടിയും പിന്നെ വളരെ മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമാണ്.